കോയമ്പത്തൂർ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ. ഗുണ ഡൈനിങ്, ഗുണ ഹോൾ. ഫസ്റ്റ് ടൈം ആകട്ടെ ഞാൻ ഇങ്ങനെ ഒരു പേര് കാണുന്നത്. മഞ്ഞുമൽ ബോയ്സ് കണ്ടുകൊണ്ട് എവിടെ കണ്ടാലും ആ പേര് നമ്മൾ നോട്ട് ചെയ്യും. അപ്പം നമ്മൾ കോയമ്പത്തൂർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. സെക്കൻഡ് ഡേ ആയിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ തലേദിവസം ഇവിടെ ആകട്ടോ പോയത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. മോർണിംഗ് ആയതുകൊണ്ട് അവിടെ ആരും ഇല്ലായിരുന്നു. വലിയ ബഹളവും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒരു മാസം ഗ്യാസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കണ്ണൻ ചേട്ടൻ്റെ ഷർട്ട് ചായ വീണു ഗൈസ്. ഞങ്ങൾ ശരിക്കും ഉണ്ടല്ലോ ലൂക്കറിൻ്റെ ഫാക്ടറി പോവാണ് ഇന്ന്. അപ്പം നമ്മളത് രാവിലെ റെഡി ആയിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വേണം പോകാൻ. ചായ വീണു ഷർട്ടയിൽ. അപ്പം ലൂക്കറിൻ്റെ ഫാക്ടറിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റുന്നതൊക്കെ ഞാൻ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിലൊരു ചെറിയൊരു ഫങ്ഷനും ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പരിപാടിയിൽ വീഡിയോ അലോഡാണെന്ന് അറിയത്തില്ല കേട്ടോ. ഫാക്ടറിയൊക്കെ ആയതുകൊണ്ട് അലോഡാണെങ്കിൽ എടുക്കാം. അപ്പോൾ രാവിലത്തെ കോയമ്പത്തൂർ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിലാണ്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ കയറി ആനന്ദദാസോ അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഞാൻ ആ ഫോട്ടോ എടുക്കാൻ മറന്നു. നല്ല ഫുഡായിരുന്നു. മസാല ദോശ കഴിച്ചു. സാധാരണ ഇവിടെ വരുമ്പോൾ ഒരു ഫുഡ് പോയ്സൺ പതിവുള്ളതാണ് എനിക്ക്. ഇപ്രാവശ്യം എന്നാന്ന് അറിയത്തില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഫുഡൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഫാക്ടറിയിലോട്ട് പോകാം. ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്ന് സ്റ്റേ ചെയ്ത ഹോട്ടലാണ് കേട്ടോ. ഇത് ഐബിസ് ഹോട്ടൽ എന്ന് പറയും. ലുലുവിൻ്റെ ഓപ്പോസിറ്റായിരുന്നു. നമ്മൾ ലുലു ഒക്കെ കണ്ടത് പിന്നീടാണ് കേട്ടോ. രാത്രി വന്നുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അവിടുത്തെ കുറച്ച് ആർട്ട് വർക്ക്സ് ഒക്കെ നല്ലതായിരുന്നു. അതാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ത്രെഡ് വർക്ക് അവിടുത്തെ ഫുള്ള് ആർട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അടുത്ത് ചെന്ന് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ത്രെഡ് കൊണ്ട് അവർ ഈ ആർട്ട് വർക്ക് എല്ലാം ചെയ്തതെന്ന്. അപ്പം നമ്മൾ അടുത്ത ഹോട്ടലിലോട്ട് പോകാൻ ലഗേജൊക്കെ എടുക്കാൻ പോവാണ്. നമ്മുടെ റൂം ഒരു കുഞ്ഞു റൂമായിരുന്നു. കാരണം 1 ഡേ സ്റ്റേ ഉള്ളായിരുന്നുകൊണ്ട് ചെറിയ റൂമാണ് എടുത്തത്. ഈശാ ടെമ്പിളിൽ നിന്നൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പോയത്. ലക്ഷ്മി മിൽസ് എന്ന് പറഞ്ഞ ജംഗ്ഷനിലായിട്ട് വരും ഐബിസ് ഹോട്ടൽ. ഓപ്പോസിറ്റ് ലുലു ഉണ്ട്, ലുലു ഹൈപ്പർ മാർക്കറ്റും. അപ്പം നമ്മൾ പോകാൻ റെഡി ആവുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഹോട്ടലിൽ നിന്ന് ടാറ്റ ഗുഡ് ബൈ പറയുക അല്ലേ. ഇനിയിപ്പം നമ്മൾ അടുത്ത ഹോട്ടലിലോട്ട് പോകാണ്ട് വൈകുന്നേരം കേട്ടോ. ഫാക്ടറി പോയിട്ട് അടുത്ത ഹോട്ടലിലോട്ട് പോകും. അപ്പം ഞാൻ വീഡിയോ എടുക്കാവേ. ടാറ്റാ. ചായയൊക്കെ ചിരിക്കുക കുഞ്ഞു പിള്ളേരെ പോലെ. ഇന്നലെ ഇട്ട ഷർട്ടാകട്ടോ. നമ്മൾ കറക്റ്റ് ജോഡിയല്ലേ എടുത്തോണ്ട് വരത്തുള്ളൂ. അറിയാതെ ചായ വീണ് പോയി. അതും വൈറ്റ് ഷർട്ടിൽ തന്നെ. അപ്പോൾ ഷർട്ടൊക്കെ മാറി സുന്ദരനായി. ഇനിയിപ്പോൾ പോവാം. നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷനാണ്. തിങ്സ് ടു ഡു ഇൻ കോയമ്പത്തൂർ എന്ന് പറഞ്ഞൊരു ബോർഡിൽ അവരെല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ അവിടെ വരുന്നവർക്ക് ഇത് നല്ലൊരു ഇൻഫോ ആയിരിക്കും. നമ്മളവിടെ ഹോട്ടൽ റൂം എടുക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങോട്ടൊക്കെ പോകണം, എന്തൊക്കെ പ്ലേസസ് അടുത്തുള്ളതെന്നൊക്കെ ജസ്റ്റ് ഒരു ഇൻഫോ അവിടെ എഴുതി വെച്ചൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടുത്തെ ആർട്ട് വർക്ക്. നല്ല അടിപൊളിയാണ്. ഡയറക്റ്റ് കാണാൻ ഫുള്ള് ത്രെഡാണ്. നമ്മളങ്ങനെ ലൂക്കറിൻ്റെ ഫാക്ടറിയിലെത്തി. ഒരു ഇൻഡസ്ട്രി ഏരിയയിലാണ് കേട്ടോ ഫാക്ടറി. നല്ല ഉള്ളിലോട്ട് പോയാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കിനും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. എന്നിട്ടാണ് നമ്മളെ ഫാക്ടറി കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളൊന്നും അലോഡല്ലായിരുന്നു. നോ ക്യാമറ നോ വീഡിയോ എന്നായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ലഞ്ച് ടൈമിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ. പെട്ടെന്ന് ഫാക്ടറിയിൽ ഇരിക്കുന്ന ആ ഒരു വീഡിയോയേ ഉള്ളൂ. ഫാക്ടറി ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എല്ലാ ഫാക്ടറിയിലും പോലെ ക്യാമറയൊന്നും അലോഡല്ലായിരുന്നു. അത് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ലഞ്ച് ഇപ്പോൾ കഴിച്ചു. ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ലൈറ്റിൻ്റെ സെപ്പറേറ്റ് ഫാക്ടറി കണ്ടു, ഫാനിൻ്റെ കണ്ടു. ഇത്ര ഫാനൊക്കെ ഉണ്ടെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതെങ്ങനെ മാനുഫാക്ചർ ചെയ്തതെന്നൊക്കെ കണ്ടു. എനിക്കിഷ്ടപ്പെട്ട ലൈറ്റിൻ്റെ കാണാൻ കേട്ടോ. പല പല ലൈറ്റ് ഉണ്ട്. നമുക്ക് വീടൊക്കെ വെക്കുമ്പോഴാണ് സാധാരണ ലൈറ്റും ഫാനും ഒക്കെ അന്വേഷിച്ചിറങ്ങുന്നത്. പക്ഷേ ഇത്രയും ലൈറ്റും ഫാനും ഉണ്ടെന്ന് ഞാനിപ്പോഴും അറിയുന്നത്. അത് ഉണ്ടാക്കുന്ന കാണാനും ഭംഗിയുണ്ട്. ഒരുപാട് സ്റ്റാഫും എല്ലാവരും എന്തെങ്കിലും വേറെ അപ്പുറം ഇപ്പുറം ഒന്നും നോക്കുന്നില്ല. ഭയങ്കര പണിയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവരും ഒരുപോലെ ഇത് വലിയ ഫാക്ടറിയാണ്. നമ്മളിപ്പോൾ ഇനി ഹോട്ടലിലോട്ട് പോവാണ്. വൈകിട്ടൊരു ചെറിയൊരു ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതുകൂടെ ഉണ്ട് ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ അത് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. അപ്പം നമ്മുടെ ഹോട്ടലിലെത്തി. ഈവനിങ് ഫംഗ്ഷനും അവാർഡ്സിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ തന്നെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വ്ലോഗിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും.
അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് കോയമ്പത്തൂരിന് ഗുഡ് ബൈ പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.